പ്ലം കേക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഓവനും ബീറ്ററും ഓറഞ്ച് ജ്യൂസൊന്നും വേണ്ട, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവില്ല. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലം കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതലായിരിക്കും 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ. അപ്പോഴേക്കും അതിലേക്ക് ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പ് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റൗവിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇച്ചിരിയും കൂടെ മെൽറ്റാവാണ്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ. ടീസ്പൂൺ ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, കയ്യിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ച പോലെ തോന്നും. അത് കുഴപ്പമില്ല, തിളച്ച് വരുമ്പോൾ അത് മെൽറ്റായിക്കോളും. പഞ്ചസാര ഉരുക്കിയെടുക്കാൻ വെക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. അരിഞ്ഞു പോയാൽ കേക്കിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതിൽ നിന്ന് 1/2 കപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കാരമൽ സിറപ്പിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം ഇത് കേക്കിലേക്ക് ചേർക്കാവൂ. 5 ഈത്തപ്പഴവും 4 അത്തിപ്പഴവും ചെറുതായി കട്ട് ചെയ്തത്, 1/4 കപ്പ് ഉണക്കമുന്തിരി, 2 ടേബിൾ സ്പൂൺ ചെറി, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുത്താൽ മതി. ബാക്കിയുള്ള കാരമൽ സിറപ്പിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കാരമൽ സിറപ്പൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോകട്ടെ. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്, അതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്രാമ്പൂവും പട്ടയും പൊടിച്ചതില്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. കേക്ക് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്ത് അതിൻ്റെ അടപ്പ് അടച്ച് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ടീനിൻ്റെ അടിയിലും സൈഡിലുമായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗ്രാമ്പൂവും പട്ടയും പൊടിച്ചതില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എണ്ണ ചേർത്തതിന് ശേഷം ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം പെടാതെ എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മറ്റു കേക്ക് ബാറ്ററിനേക്കാൾ ഇത് ഇച്ചിരി തിക്കായിരിക്കും. ഫോൾഡ് ചെയ്യാൻ ആദ്യം ഇച്ചിരി പ്രയാസം ഉണ്ടാവും, പിന്നെ ശരിയാവും. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സ് കട്ട് ചെയ്ത് വെച്ചത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് പോവാൻ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നട്ട്സൊക്കെ അടിയിൽ പോകുന്നുള്ളത് കൊണ്ട് പപ്പടക്കോല് വെച്ചതുപോലെ ഒന്ന് ചെയ്യണം. ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയും ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് പൊങ്ങി വരുമ്പോൾ അതിൽ കുറച്ചൊക്കെ താഴ്ന്നു പോയിട്ടുണ്ടാവും, എങ്കിലും വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ അടപ്പ് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റാൻ മറക്കരുത്. മറ്റുള്ള കേക്ക് പോലെയല്ല, ഇത് വേവാൻ ഇച്ചിരി സമയമെടുക്കും. എനിക്ക് ഈ കേക്ക് വേവാൻ 1 മണിക്കൂറും 15 മിനിറ്റുമാണ് എടുത്തിട്ടുള്ളത്. വേവായിട്ടുണ്ടോ നോക്കാൻ പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പറും മാറ്റാം. കേക്ക് ഉണ്ടാക്കിയ അന്നല്ല, പിറ്റേ ദിവസമാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കിയ അന്നുള്ള കളറിനേക്കാളും ഇച്ചിരി ഡാർക്ക് ആയിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക്. കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. കേക്ക് എന്നൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഫ്ലേവറൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പുറമേ ഇച്ചിരി ഹാർഡായി തോന്നിയെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊന്നും അടിയിലൊന്നും പോയി അടിഞ്ഞു കൂടാതെ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.